ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഏറെ താല്പര്യമുള്ള ഗോപീകൃഷ്ണന് കുളി ഒരു വീക്ക്നെസ് ആണെന്ന് തന്നെ പറയാം. എത്ര നേരം അങ്ങനെ നീന്തി കുളിച്ചാലും മതിയാവില്ല. ധാരാളം നേരം എടുത്ത് കുളിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണിവന്. അത് മറച്ചു വയ്ക്കാനും ശ്രമിക്കാറില്ല. കുളി കഴിഞ്ഞാൽ ഉടലാകെ ഒന്ന് ഒഴിഞ്ഞു നോക്കും. എവിടെയെങ്കിലും ചെളിയോ അഴുക്കോ ഉണ്ടെങ്കിൽ പരിഭവമായി, പിണക്കമായി. പാപ്പാന്മാർക്കെല്ലാം അതറിയാം. കുളി കഴിഞ്ഞാൽ പിന്നെ പൂഴിയിലൊന്നും ഇറങ്ങില്ല. ആരൊക്കെ മോഹിപ്പിച്ചാലും ഒരു നുള്ളു പോലും മണ്ണ് തൊടില്ല. അതൊക്കെ വളരെ കണിശമായ കാര്യങ്ങളാണ്. ഗോപീകൃഷ്ണൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശകളിൽ ഒന്ന് ഒരിക്കൽ പോലും ആനയോട്ട മത്സരത്തിന് ഒരു സമ്മാനം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പലവട്ടം നന്നായി തന്നെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. മത്സരത്തിന് മുന്നേ ചില്ലറ പ്രാക്ടീസ് എല്ലാം എടുത്തിട്ടുമുണ്ട്. നല്ലൊരു കോച്ചിനെ ലഭിച്ചിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വർഷം പ്രൈസ് കിട്ടുമായിരുന്നു. നാണു എഴുത്തച്ഛൻ തറവാട്ടിൽ തന്നെയുള്ള കണ്ണൻ സ്ഥിരമായി വിജയിക്കുന്നത് കൊണ്ട് വലിയ വിഷമമില്ല എന്നാണ് ഇപ്പോൾ സമാധാനിക്കുന്നത്. എന്തായാലും ഈ 44-ാം വയസ്സിൽ ആ പൂതി ഉപേക്ഷിക്കുകയെ തൽക്കാലം നിവർത്തിയുള്ളൂ. വേണമെങ്കിൽ പുതിയ പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കാം. കോച്ചാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത ഒരു മത്സരത്തിനും വിജയിക്കാതിരിക്കുക എന്നതാണല്ലോ. അത്തരം ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ഗോപീകൃഷ്ണൻ്റെ നീക്കം. ഈ ഇടത്തരക്കാരിൽ അത്ര വലിയ വലിപ്പമില്ലാത്തൊരാനയാണെങ്കിൽ തന്നെയും പ്രായത്തിനനുസരിച്ച് വളർച്ച എന്ന് തന്നെ പറയാൻ വയ്യ. ഒരു 9.5 അടി അത്രയേ ഉള്ളൂ ആനയുടെ ഉയരം. പക്ഷേ നല്ല ഒരു ആനയാണ്, നാടൻ ആനയാണ്. ഇത് തെക്ക് ഉണ്ടായിരുന്നതാണ്, മലബാറിലല്ലാതെ തെക്ക് ഉണ്ടായിരുന്ന ആനയാണ്. രാമചന്ദ്രൻ എന്നായിരുന്നു ഇതിൻ്റെ പേര്. നല്ല അന്തസ്സ് ഒരു പണിയാനയാണ്. ഇഷ്ടംപോലെ പണിതുകൊണ്ടിരുന്ന മരപ്പണി എടുത്തുകൊണ്ടിരുന്ന ആനയാണ്. പക്ഷേ ഗുരുവായൂർ ദേവസ്ഥയിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ശിവേലി, വിളക്ക്, തുടർന്ന് പുറത്തുള്ള എഴുന്നള്ളിപ്പുകൾ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. നല്ല ഒരു ആനയാണ്. പറയത്തക്ക ഒരു ദോഷങ്ങളും അതിനില്ല. അതിന് കൊമ്പ് നല്ല കൊമ്പുകളാണ്. ചെവി ഉണ്ട്, വലിയ ചെവിയാണ്. സാധാരണ ഇതിന് ഉള്ള ചെവിയേക്കാൾ നല്ല ചെവിയാണ്, വലിയ ചെവിയാണ്. അതുമാതിരി കൈ നീട്ടുണ്ട്. നാടൻ ആനയാണ്. എന്നുവെച്ചാൽ നാടൻ ആനൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കൈ, കൊമ്പ്, ചെവി ഇതൊക്കെ വലുതായിരിക്കും. മറ്റേ ബീഹാറി ആനകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കുറഞ്ഞ് അങ്ങനെ കൂർത്തും കൊണ്ട് വരുന്ന ഒരു സമ്പ്രദായം കാണാൻ നമുക്ക്. ഭംഗി കുറയും. അത് നല്ലൊരു ഭംഗിയുള്ള ആനയാണ്. പിന്നെ ഇടത്തെ കൊമ്പ് ഉയർന്നാണ്. അതിനൊരു ശാസ്ത്രമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ കൊമ്പ് ഉയർന്നാൽ ആനക്കാരന് ഉത്തമം എന്നാണ്. വലത്തെ കൊമ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഉടമസ്ഥന് നല്ലതാണ് എന്ന് പറയും. അങ്ങനെയൊക്കെ ആനക്കാരൻ്റെ കാഴ്ചപ്പാടുകളാണ് അതൊക്കെ. അങ്ങനെ പൊതുവേ നഖത്തിനെ പറ്റി പറയാറുണ്ട്. നല്ല കരിവണ്ട് നഖം നന്നല്ല, മോശമാണ്. അപ്പോൾ ഇത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ചേർന്നാണ്, കറുപ്പും വെള്ളയുണ്ട്. അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള നഖങ്ങളാണ്. പിന്നെ നല്ല നടയമരങ്ങൾ, അമരം എന്ന് പറഞ്ഞാൽ പിൻകാല്, മുൻകാലിന് നട എന്ന് പറയും. നടയമരങ്ങളൊക്കെ നല്ല അമരം മാത്രം കുറച്ച് കുറിയ അമരാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പൊതുവേ എഴുന്നള്ളിപ്പിനൊന്നും യാതൊരു പ്രയാസമില്ലാത്ത ആനയാണ്. ആനക്കാരന് യാതൊരു കുഴപ്പമില്ല. ആന പൊതുജനങ്ങളോടില്ല, ആന കൂട്ടാനകളോട് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു സൽസ്വഭാവി എന്ന് പറയാവുന്ന ഒരാനയാണ് ഗുരുവായൂർ ദേവസ്വം ഗോപീകൃഷ്ണൻ. ഏത് പ്രവൃത്തിയും ചിന്തിച്ചും അറിഞ്ഞും ചെയ്യുന്ന പ്രകൃതക്കാരനാണ് ഗോപീകൃഷ്ണൻ. വെള്ളം കുടിക്കുന്നതിലും തീറ്റ എടുക്കുന്നതിലും അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിലും വരെ ആ ചിട്ടയുണ്ട്. കണ്ണിന് സാധാരണ ആനകൾക്ക് കാണുന്നതിനേക്കാൾ വലിപ്പവും ഐശ്വര്യവുമുണ്ട്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കവിളിലേക്ക് ഇറങ്ങിക്കിടക്കുന്നതും ഒരഴക്. വിരിവുള്ള മുഖത്തെ പദഗിരി കഴുത്തിലും ചെറിയ ചെവിയിലേക്കും പടർന്നു കിടക്കുന്നു. ഗോപീകൃഷ്ണനെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ബലറാം പൂർണ്ണ തൃപ്തനായിരുന്നു. നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ കഴിവും മികവുമുള്ള ചെറുപ്പക്കാരൻ. ഇത്രയും മികവുള്ള ആനയെ നടക്കിരുത്തിയത് കൊണ്ടാകണം ബലറാമിനോട് പിന്നെയും പിന്നെയും കണ്ണൻ ആനകളെ ചോദിച്ചുകൊണ്ടിരുന്നത്. ദിനം പ്രതി നിയമങ്ങൾ വല്ലാതെ മുറുകുമ്പോഴും കണ്ണന് 9ാമത്തെ ആനയെ നടക്കിരുത്തുവാനായി തയ്യാറെടുക്കുകയാണ് പ്രമുഖ വ്യവസായി കൂടിയായ ബലറാം. കണ്ണനും ഗോപീകൃഷ്ണനും നവനീത് കൃഷ്ണനും അക്ഷയ് കൃഷ്ണനും തുടങ്ങി 8 പേരായി നീളുന്ന കണ്ണിയിലേക്ക് വൈകാതെ ഒരാന കൂടി വന്നെത്തും. ഗുരുവായൂരപ്പൻ്റെ സ്നേഹവും കാരുണ്യവും ഗോപീകൃഷ്ണനും കൂട്ടുകാർക്കും കിട്ടിയതുപോലെ പുതിയ അതിഥിക്കും കിട്ടും. പുന്നത്തൂർ കോട്ട കാണുവാനെത്തുന്ന വിദേശികൾക്കും സ്വദേശികൾക്കും ആനപ്രേമികൾക്കുമെല്ലാം ഇവൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഒരു ചിത്രം നൽകുന്നു. തുമ്പി കൊണ്ട് ആട്ടി അകറ്റാതെ ഒപ്പം നിൽക്കുവാൻ അനുവദിക്കുന്ന ഒരു നിമിഷം.
ഗോപീകൃഷ്ണൻ്റെ വരും നാളുകൾ വളരെയധികം തിരക്കേറിയതാണ്. ഈ വിശ്രമം അതിൻ്റെ മുന്നൊരുക്കമായി കാണാം. ആളും ആരവവും നിറഞ്ഞ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ വെച്ച് ഇവനെ നിങ്ങൾ കാണുമ്പോൾ ഈ സൗന്ദര്യം കൂടുതൽ വ്യക്തമാകും. ഗോപീകൃഷ്ണന് E4 എലിഫൻ്റ് എല്ലാ ആശംസകളും നേരുന്നു.